എല്ലാവർക്കും നല്ല നമസ്കാരം. വയോജനങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്ക് ഉള്ള ഒരു ബോധവൽക്കരണം എന്ന നിലയ്ക്ക് ഇസാഫ് ബാങ്കും ചാലക്കുടി നഗരസഭയും ചേർന്ന് നടത്തുന്ന ഒരു വലിയ സെമിനാറാണ് ഈ പറയിൽ നടക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടത്തിൽ ചാലക്കുടി നഗരസഭ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു നന്മ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഈ കൂടപ്പുഴയ്ക്ക് അടുത്ത് മാഞ്ഞൂരാൻ കുടുംബത്തിലുള്ള ഒരു അമ്മൂമ്മയെ പെൻഷൻ അവർക്ക് അനുവദിക്കാൻ പാടില്ല എന്ന് സ്വന്തം മകൻ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെൻഷൻ ആ വല്യമ്മയ്ക്ക് അർഹതപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നഗരസഭ ഐക്യകണ്ഠേന തീരുമാനിച്ച് ആ വയസ്സായ അമ്മൂമ്മയ്ക്ക് വേണ്ടി മുഴുവൻ സപ്പോർട്ട് നൽകിയ നഗരസഭയെ നന്ദിയോടുകൂടി ഞാൻ ഓർക്കുകയാണ്. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ വയോജനങ്ങളുടെ സ്ഥിതി അതിശോചനീയമായി പോവുകയാണ്. എന്തെല്ലാം അതിക്രമങ്ങളാണ് ഈ വയോജനങ്ങൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിലാണ് ഇസാഫ് എന്ന് പറയുന്ന ബാങ്ക് ഇത്തരമൊരു വിഷയം ഏറ്റെടുത്തുകൊണ്ട് അവരുടെ സോഷ്യൽ സർവീസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ബാങ്ക് ഇന്ന് വയോജനങ്ങൾക്ക് എതിരായിട്ടുള്ള അക്രമങ്ങൾക്കെതിരായിട്ടുള്ള ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനെ അഭിനന്ദിക്കുന്നു. നമുക്കറിയാം, നമ്മൾ ചേർത്ത് നിർത്തേണ്ടവരുമാണ് ഈ വയോജനങ്ങൾ. പലപ്പോഴും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളാണ് ഈ വയസ്സായ കാലഘട്ടത്തിൽ. നമ്മുടെ വീട്ടിലെ മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും എല്ലാം തന്നെ പണ്ടത്തെ കഥകളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വ്യത്യസ്തമായി ഇന്ന് വീടുകളിൽ അവരനുഭവിക്കുന്ന മാനസിക വേദനകളും ബുദ്ധിമുട്ടുകളും അതിതീവ്രമായി തന്നെ തുടരുന്ന സാഹചര്യത്തിലാണ്. അത്തരം കാര്യങ്ങൾ പുതുതലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഇസാഫ് ബാങ്ക് ചാലക്കുടി നഗരസഭയുമായി ചേർന്ന് നടത്തുന്ന ഈ പരിപാടിക്ക് മുഴുവൻ അഭിനന്ദനങ്ങളും നേരുകയാണ്. വയോജനങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടവർ തന്നെയാണ്. അവർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയുക തന്നെയാണ് വേണ്ടത്. നഗരസഭയ്ക്ക് അഭിവാദനങ്ങൾ. അപ്പച്ചന്മാരുണ്ട്, ചേട്ടന്മാരുണ്ട്, ചേച്ചിമാരുണ്ട്, എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന വയോജനങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ, വയോജനങ്ങളോടുള്ള അവഗണന, അല്ലെങ്കിൽ അവർക്ക് നേരെയുള്ള പ്രശ്നങ്ങൾ, അവരനുഭവിക്കുന്ന ചെറിയ ചെറിയ വിഷയങ്ങൾ തുടങ്ങിയതിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഇതേ വിഷയം മറ്റൊരു രാജ്യത്ത് ചെന്നാൽ ഒരു പ്രശ്നമേ അല്ലാതെ പോകുന്ന കാര്യങ്ങളാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, മാതാപിതാക്കൾ കൊച്ചുമക്കൾക്ക് കൊടുക്കുന്ന അമിതമായ വാത്സല്യം. ആ വാത്സല്യം മുഴുവൻ തിരിച്ചു കിട്ടണമെന്നുള്ള ആഗ്രഹം വരുന്ന ഒരു സമയത്താണ് ഈ അഭിപ്രായ ഭിന്നത കുറേ കൂടി വലുതാകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് നമ്മുടെ ഒരു കൾച്ചറിൻ്റെ പ്രശ്നമാണ്. പ്രായമായ ഒരാൾ ഒരു സ്റ്റെപ്പ് ഇറങ്ങാൻ പോകുമ്പോൾ രണ്ടുപേരും കൈ കാണിക്കും, ഒന്ന് പിടിച്ച് ഇറങ്ങുന്നതാണ്. സത്യത്തിൽ ആ ആൾക്ക് പിടിക്കാതെ ഇറങ്ങാവുന്ന എല്ലാ ആരോഗ്യവും സൗകര്യമുള്ള ആളാണെങ്കിൽ കൂടെ ഒരാൾ കൈ പിടിക്കുക എന്ന് പറയുന്നത് വലിയൊരു ആദരവും ബഹുമാനവുമായി കാണുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. ഇപ്പോൾ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ, ചിന്താഗതികളിലൊക്കെ മാറ്റങ്ങൾ വരേണ്ട ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ അധ്യക്ഷ പ്രസംഗം നടത്തിയ ചെയർമാൻ ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ, അതിനോട് നമ്മുടെ സാമൂഹിക സാഹചര്യത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞത് കുറേയൊക്കെ നല്ല കാര്യങ്ങളാണെങ്കിലും അതൊക്കെ നമ്മുടെ സംസ്കാര സാഹചര്യങ്ങളിൽ പലപ്പോഴും നമുക്ക് യോജിച്ച, അല്ലെങ്കിൽ നമുക്ക് നടപ്പിലാക്കാൻ പ്രയാസങ്ങളുള്ള ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഒരു സാമൂഹിക സംസ്കാരവും പശ്ചാത്തലവും ഒക്കെയാണ് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത്. ചിലതൊക്കെ നല്ല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ യൂറോപ്യൻ നാടുകളിലൊക്കെ പോയാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്. അവിടെ 18 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾ സ്വയം പര്യാപ്തരാകുന്നു, അല്ലെങ്കിൽ അതിനുശേഷം റിട്ടയർമെൻറ്റ് കാലഘട്ടത്തിൽ ഓൾഡ് ഏജ് ഹോമുകളിലൊക്കെ താമസിക്കുന്നു. അവരൊന്നും സമ്പാദിക്കുന്നില്ല. അവർ ജീവിതത്തിൽ അവർ സമ്പാദിക്കുന്നതൊക്കെ അവരുടെ കാലഘട്ടത്തിൽ തന്നെ, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സമ്പാദ്യം മക്കൾ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ മക്കളുടെ സമ്പാദ്യം മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതും ഒക്കെ ഒരു വസ്തുതയാണ്. അവിടെ ഗവൺമെൻറ് അവിടുത്തെ മുതിർന്ന പൗരന്മാർക്ക് റിട്ടയർമെൻറ്റ് കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സാമൂഹിക സുരക്ഷ, കൃത്യമായ രീതിയിലുള്ള പെൻഷനും അതിനുവേണ്ട ഹോമുകളും അതൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ നിശ്ചയിക്കുകയും, അല്ലെങ്കിൽ അതിന് യാതൊരു തരത്തിലും അവർക്ക് ധൈര്യമായി ജീവിച്ചു പോകാവുന്ന സാമൂഹിക സാഹചര്യമുണ്ട്. പക്ഷേ 150 കോടി ജനങ്ങളുള്ള നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു സംവിധാനം സമീപകാലത്തൊന്നും വരാനായിട്ടുള്ള ഒരു സാഹചര്യമോ സാമ്പത്തിക ഭദ്രതയോ നമ്മുടെ നാടിനില്ല എന്നുള്ള ഒരു വസ്തുത നിലനിൽക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് റിലീസായ ഒരു സിനിമയിലെ ഒരു ഫ്രേസായിരുന്നു. അപ്പോൾ
അപ്പോൾ ആ സിനിമയിൽ ഹീറോയിൻ തൻ്റെ ഗ്രാൻഡ് മദറിനെ ഹീറോയ്ക്ക് അവതരിപ്പിക്കുന്ന വാക്ക് എന്ന് പറയുന്നത് ആൻറ്റി പീസ് എന്നാണ്. അതായത് എൻ്റെ വീട്ടിലൊരു ആൻറ്റി പീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതൊരു ആ സീനിലൊരു കൈയിലേക്ക് ഉണ്ടായിരുന്നെങ്കിലും അത് വളരെ കൃത്യമായിട്ട് മുതിർന്ന പൗരന്മാരോടുള്ള ഒരു ഡിസ്റെസ്പെക്റ്റാണ് ആ ഒരു സംഭവത്തിൽ പ്രതിഫലിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ കാണുന്ന ഒരു സംഭവം. We've all been seeing various news, videos and reports like son beats father, angry daughter beats mother. What has happened to our generation? Is it really that hard to be nice? Today we will be presenting an experimental play based on this thought. Enjoy and think. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഞങ്ങൾ CKMNSS സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. മുതിർന്ന പൗരന്മാരോട് കാണിക്കുന്ന തികച്ചും ക്രൂരമായ പ്രവർത്തികൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനമാണല്ലോ ഇന്ന്. പത്രമാധ്യമങ്ങളിൽ നാം കണ്ടുവരുന്ന പല സംഭവങ്ങളും തികച്ചും അവിശ്വസനീയമാണ്, ഞെട്ടിപ്പിക്കുന്നവയാണ്, അല്ലേ? വൃദ്ധരായ മാതാപിതാക്കളെ ക്ഷേത്രത്തിൽ നടതള്ളുന്നു, ഒരു വളർത്തുപൂച്ചയെ കാണാതായതിന്റെ പേരിൽ സ്വന്തം മുത്തശ്ശന്റെ തല വെട്ടിപ്പൊളിക്കുന്നു. എങ്ങോട്ടാണ് നാം ഈ പോകുന്നത്? ഇതിനൊരു തിരുത്തൽ ആവശ്യമില്ലേ? നൊന്ത് പ്രസവിച്ച മാതാവിനോടും അഹോരാത്രി നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന പിതാവിനോടും ഒരു അല്പം കൂടി സ്നേഹം കാണിക്കാൻ നമുക്ക് സാധിക്കേണ്ടേ? ഞാനിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ വിളിച്ചിട്ടുണ്ടായില്ല അമ്മേ? ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നീ പറഞ്ഞത് കുറച്ച് എന്റെ എണീറ്റാ മതി. എനിക്ക് 100 കൂട്ടി പറയുന്നത് നീ പോയേ. അങ്ങനെ കൊണ്ട് കേട്ടൂടെ? അച്ഛാ അമ്മ വിളിച്ചിട്ടുണ്ടായില്ല. ഇല്ല അമ്മനെ വിളിച്ചിട്ടുണ്ടായില്ല. അച്ഛാ വെറുതെ കാണാൻ പറയില്ലേട്ടാ. ഞാൻ വിളിക്കണ്ടായല്ലേ? ഈ അച്ഛനെ കൂടെ തോറ്റു. ഉന്നമറന്നല്ല പോക്ക് ഗുണപാഠങ്ങളോ ഇനി വേണം എൻ പാത നിന്നുപദേശം സുഖ സന്തോഷം തന്നെ പ്രധാനം ആജാ സവരിയ ഹാ 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 ഹാ. സത്യം പറയാൻ സംഭവം അറിയാണ്ട് തട്ടിയതെന്ന് വെച്ചാൽ ഒരു പുത്ത മൊബൈലാണോ എന്റെ ഓട്ടിക്ക? നിന്റെ മൊബൈലിൽ ചെറിയ സ്ക്രാച്ച് കേട്ടാ. ഞാൻ ഒരു ന്യൂസ് പേപ്പറിന്റെ ആർട്ടിക്കിൾ കണ്ടു, ഞാൻ കാണിച്ചു തരാം. ദേഷ്യം വന്നപ്പോ മകൻ അച്ഛനെ തല്ലി മർദ്ദിച്ചു. പിന്നെ പൂച്ചക്കുഞ്ഞിനെ കാണാണ്ടായപ്പോ പേരമകൻ മുത്തച്ഛനെ തലക്കടിച്ചു കൊന്നു. ഇതാണ് ഇപ്പോഴത്തെ ജനറേഷൻ. മാതാപിതാക്കളെ മാപ്പ് ഇനി അങ്ങോട്ട് നിങ്ങളുടെ കൂട്ട് ഉന്നം മറന്നല്ല പോക്ക് ഗുണപാഠങ്ങളോ ഇനി വേണം
എൻ പാത നിന്നുപദേശം സുഖ സന്തോഷം തന്നെ പ്രധാനം. നമസ്കാരം, ഞാൻ മൃദുല മധു, CKMNS സ്കൂളിലെ പ്രിൻസിപ്പലാണ്. ആദ്യം തന്നെ എൻ്റെ മലയാളം കേട്ട് അരച്ചിരിക്കരുത്, ഞാൻ മലയാളിയല്ല, ഞാൻ കന്നഡികയാണ്. നിങ്ങളുടെ നാട്ടിൽ വന്ന് ഞാൻ മലയാളം പഠിച്ച് ഞാനിപ്പോൾ സംസാരിക്കുന്നതാണ്. ഇത്ര നേരം എൻ്റെ കുട്ടികൾ ഇവിടെ ഒരു നാടകം അവതരിപ്പിച്ചു. അതിൻ്റെ തുടക്കം നമ്മൾ കണ്ടുല്ലോ. കുട്ടിക്ക് അച്ഛനെ അമ്മയും എന്ത് പറഞ്ഞാലും ദേഷ്യമാണ്. ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഒരു പ്രശ്നമാണ് ദേഷ്യം കാണിക്കുക. ഞങ്ങളും വളർന്ന സമയത്ത് ഞങ്ങൾക്ക് ദേഷ്യം ഉണ്ടായിരുന്നു, പക്ഷേ ദേഷ്യം കാണിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അച്ഛനമ്മമാരോട് ദേഷ്യം കാണിക്കാവോ എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല. അവർ മനസ്സ് തുറന്ന് അവരുടെ ദേഷ്യവും കാണിക്കാറുണ്ട്, സങ്കടവും കാണിക്കാറുണ്ട്, എല്ലാം കാണിക്കാറുണ്ട്. ദേഷ്യം എല്ലാവർക്കും വരുന്ന ഒരു ഫീലിംഗ് തന്നെയാണ്. പക്ഷേ ദേഷ്യം എങ്ങനെ കാണിക്കാം, ആരോട് കാണിക്കണം, എൻ്റെ ദേഷ്യം കാണിക്കേണ്ട ഒരു അവസരമാണോ, എൻ്റെ ദേഷ്യം കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ്. ഈ പരിപാടിയുടെ ഒരു മികച്ച പരിപാടിയാണ് ഇന്ന് കുട്ടികൾ അവതരിപ്പിച്ച സ്കിറ്റ്. നഗരസഭയ്ക്ക് വേണ്ടി ഇസാഫിന് വേണ്ടി പ്രത്യേകം NSS സ്കൂളിലെ അധ്യാപകരെയും കുട്ടികളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു, നന്ദി രേഖപ്പെടുത്തുന്നു. കടന്നു ഞാൻ തിരഞ്ഞു ഈ പൂ ഇത്തിരി പൂ പകരമി പൂതരാ ഏഴു സുന്ദര രാത്രികൾ ഏകാന്ത സുന്ദര രാത്രികൾ വികാരതരളിത രാത്രികൾ വിവാദപൂർണ രാത്രികൾ ഇനി ഏഴു സുന്ദര രാത്രികൾ.